ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾ കുഞ്ഞു വിശേഷങ്ങളായിട്ടുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളാട്ടോ. അപ്പോൾ ഇതിലുള്ളത് ഇതേ അമ്മൂട്ടി കാര്യമായിട്ട് നോക്കണ വേറെ ഒന്നല്ല കേട്ടോ. അമ്മൂട്ടി സ്കൂളിൽ നിന്ന് നേരെ വന്നതാട്ടോ. അമ്മൂട്ടിയും ചീരുണ്ട്. അപ്പോൾ പെൺകുട്ടീനെ നമ്മൾ കുഞ്ഞിപ്പെണ്ണിനെ എടുത്താൻ വേണ്ടിയിട്ട് കീബോർഡ് എടുക്കണതാട്ടോ. അപ്പോൾ അത് സൗണ്ട് കേടാലെങ്കിലും ഇരിക്കുന്ന വെച്ചാൽ അവൾ ആരെടുത്തും പോകില്ലല്ലോ. അപ്പോൾ അങ്ങനെ കൊണ്ടിരുത്തിയതാട്ടോ. അപ്പോൾ ഞാൻ അടുത്തിരിക്കുന്നുണ്ട്. അത് കാരണട്ടോ അവൾ ഇങ്ങനെ ഇരിക്കണത്. ഞാൻ മെല്ലെ എണീറ്റുള്ളൂ. അതോടുകൂടി നല്ല കരച്ചിലും പിരിച്ചിലൊക്കെ ആയി ഭയങ്കര ബഹളമായി ആയിട്ടോ. അപ്പോൾ അമ്മൂട്ടി നന്നായിട്ട് വായിക്കണ്ട. ഞാനെന്ന് വെച്ചാൽ വായിക്കുന്നത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ഈ പിള്ളേരിങ്ങനെ കുഞ്ഞല്ല ഇങ്ങനെ കുത്തി കളിക്കുന്നത് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതെ, കുഞ്ഞിപ്പെട്ട് കാരച്ചിട്ട് വാശിയായിട്ട്. അപ്പോൾ പായു എല്ലാം ശരി വന്നിട്ടുള്ള നമുക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. നാളെ എന്ന് പറഞ്ഞ ഈ വീഡിയോ എടുത്തതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ പിറന്നാളാണ്. അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പ്രെയർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോണ വഴിക്ക് കേട്ടോ അതേ കണ്ട ഇത് ഗണേശമംഗലം, അതായത് ഗണേശമംഗലം നമ്മുടെ ഹൈവേ അല്ല, നമ്മളെ കിഴക്കേ റോഡുണ്ട്. അവിടുത്തെ ഒരു മരത്തിൽ കണ്ടതാ കേട്ടോ. ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കടന്നെല്ല് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം നേരെ നമ്മൾ പ്രെയർ എത്തിയിട്ടുണ്ട്. ഉണ്ണിക്ക് ഉടുപ്പെടുക്കണമല്ലോ. അപ്പം അതാ അവളുടെ ഡ്രസ്സാട്ടോ നമ്മൾ ഫസ്റ്റ് നോക്കിയത്. ഈ ഷോപ്പിൽ കയറിയെങ്കിലും ഇവിടെ നിന്നൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തോ ഒരു തൃപ്തി തോന്നിയില്ല എന്നുണ്ടെങ്കിലേ. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവളെ ഇട്ട് നോക്കിയിരുന്നു കേട്ടോ. ഒരു വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട്. വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ഭംഗിണ്ടല്ലേ അമ്മത്. നോക്കട്ടെ ഇങ്ങോട്ട് നിന്നെ മാത്രം പോയി കണ്ണാടിന്റെ അതിന്റെ ഇടയിൽ എന്റെ കെട്ടിയൻ പേഴ്സ് മറന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പേഴ്സ് വണ്ടിയുടെ ഇടയിൽ തന്നെ സീറ്റിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ശ്രദ്ധിക്കാണ്ട് ആള് വന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി അടുത്തത് ആനന്ദ് ഭവനിൽ കയറിയിട്ട് ഫുഡ് അടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്നും കഴിക്കണം മസാല ദോശ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോളാപ്പത്തൂര നല്ല സംഭവം. ചീരു അതായത് കഴിച്ചിട്ടില്ല, പിള്ളേരാരും കഴിച്ചിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ്. സൂപ്പർ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ്. അങ്ങനെ നമ്മൾ ഫുഡ് അടി കഴിഞ്ഞിട്ട് ആനന്ദ് ഭവനിൽ നേരെ കൽപ്പകയിലേക്ക് കേട്ടോ പോയത്. അവിടെ നല്ല ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം കുഞ്ഞിപ്പെണ്ണിനെ തന്നെ നോക്കിയിട്ടാ. കുഞ്ഞിപ്പെണ്ണിനും എടുത്ത ഡ്രസ്സാണ്. ഇതാണ് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഇട്ടപ്പോഴും കേട്ടോ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. അവൾ വിചാരിച്ചിട്ട് ഞങ്ങൾ കോടാക്കാന്ന് വെച്ചിട്ട് പിന്നെ അവളെ ചേട്ടന്മാർക്കും 2 ഷർട്ടും ഡ്രസ്സും ഇതാണ് അവളെ ചേട്ടന്മാരെ ഡ്രസ്സ് ഇട്ടോ. പിന്നെ എനിക്കും അതെ കേട്ടോ. ഈ ഒരു ഡ്രസ്സ് എനിക്കുള്ളത് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ജ്വല്ലറിയൊക്കെ നോക്കിയതന്നെ. പക്ഷേ നോക്കിയത് തന്നെയുള്ളൂ. വേറെ കമ്മൽ മാത്രം അവിടെ എടുത്തിട്ടുള്ളൂ. വേറെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പാദസരം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അങ്ങനെ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എടുത്തത് അച്ഛനെന്ന് അങ്ങോട്ടാണ് ലാസ്റ്റ് ടൈം കിട്ടി. പക്ഷെ അവൾ അച്ഛൻ അപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അച്ഛൻ പിറ്റേ ദിവസമാണ് എടുത്തത്. എന്ന് വെച്ചാൽ ആൾക്ക് ഇട്ട് നോക്കിയപ്പോൾ ഒന്നും അങ്ങോട്ട് കംഫർട്ടബിൾ ആയിട്ടില്ല. അപ്പോൾ ആളുടെ ഒരു ബ്രാൻഡ് ഉണ്ട്, സ്പ്ലാഷ്. ഇതിൻ്റെയാണ് ഷർട്ട് ഇടാറ്. ഷർട്ടാണെങ്കിൽ എൻ്റെ കെട്ടിയോനെ ഏത് വീഡിയോയിൽ കണ്ടാലും ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്ത് തുടങ്ങി, നിന്റെ ഭർത്താവ് എന്താ ഇങ്ങനെ ഫുള്ള് ബ്ലാക്ക് ഔട്ടുള്ള ഒരു ഷർട്ടുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട്. സത്യത്തിൽ ഒരെണ്ണല്ല കേട്ടോ. അത് ആളെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റാണ് ഇടണത് ഡ്രസ്സുകൾ. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ തോന്നും ഒക്കെ ഒരെണ്ണല്ല കേട്ടോ. മാറി എണ്ണ ഇടുന്നത്. അതുപോലെ എൻ്റെ അടുത്ത് ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിന്റെ ചെക്കനെന്താ എത്രയും നല്ല ഷോപ്പിലും മാളിലൊക്കെ പോകുമ്പോൾ ലുങ്കിയല്ല ഈ മുണ്ടെടുത്ത് നടക്കണേന്ന്. അപ്പോൾ ആളുടെ ഒരു ഇഷ്ടമാണ്. കാരണം അവിടെ ഗൾഫിൽ ഫുൾ ടൈം നമ്മൾ പാൻറ് ഇട്ടിട്ട് ഇവിടെ വന്നപ്പോൾ ഒരു അവരുടെ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഡ്രസ്സൊക്കെ എടുക്കല് കഴിഞ്ഞിട്ട് ഞാനും സനോട്ടോ ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മോളെ ചിരുൻ്റെയിലും അമ്മൂട്ടിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ചിരു എന്ത് ചെയ്ത് ടോയ്സ് ഷോപ്പിൽ കയറിയിട്ട് മോളിക്കുള്ള ഗിഫ്റ്റ് വാങ്ങിയതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ തിരിച്ചു വരുമ്പോഴാണ് ഞങ്ങൾ കൂടി കയറിയത്. ഞങ്ങളെന്ന് പറഞ്ഞ ചെക്കന്മാരെ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. ടോയ്സ് ഷോപ്പിൽ ചിരു നല്ലൊരു ബില്ലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഒരു പാവക്കുട്ടീനെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ പാവക്കുട്ടീനെ ആനേനെ ഇതൊക്കെ മോൾക്ക് വാങ്ങിക്കൊടുത്തുള്ളതാട്ടോ. പിന്നെ നമ്മൾ ചെക്കന്മാർ ഇതേ യെല്ലോ കാർ എടുത്തിട്ടുണ്ട്. ഒരുത്തിന് ജീപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. മൊത്തത്തിലൊരു ബില്ലാക്കി. ഞാനവിടെ നിന്നിട്ട് വേണ്ടെന്ന് പറയുമ്പോൾ ആ ഷോപ്പിലെ ആളുടെ സെയിൽ പോവില്ല. അപ്പോൾ അയാൾ പറയുന്നുണ്ട് എന്തിനു വേണ്ടെന്ന് പറയുന്നത്, ഞങ്ങൾ കച്ചവടം പോവാന്ന് പറഞ്ഞിട്ട് അവര് ഞാൻ ഇറങ്ങിപ്പോന്നപ്പോഴൊന്നും ഉണ്ട് അവർക്കൊരു സമാധാനമായത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതേ പോരുന്ന വഴി നമ്മൾ തൃത്തല്ലൂര് നമ്മൾ ഷർട്ട്
ക്ലാസ്സിലായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷ ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയ്ക്ക് കേട്ടോ. ഫിൽറ്റർ വേണം. കായോ എന്ന് പറയും. ആ കയ്യേട്ടന് കുച്ച ചായ കുച്ച ചായ കുച്ച 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 കുച്ച. ഇങ്ങനെ ഒരു